മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിൻ്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മിസ്ഇൻഫർമേഷൻ എ ബിഗർ ത്രെഡ് ദാൻ COVID-19 അപ്ടേക്ക്. അതായത് COVID-19 കേസുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു ലോങ് ടൈം ടാക്ലിംഗ് സ്ട്രാറ്റജി എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണത്. നെക്സ്റ്റ്, സ്ട്രെങ്തനിങ് ദ US-India സബ്സീ കേബിൾ അജണ്ട. US-India ബൈലാറ്ററൽ എൻഗേജ്മെൻറ്റും അതേണക്ക് തന്നെ ഡിജിറ്റൽ റെസിലിയൻസ് രണ്ട് രാജ്യങ്ങൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ്, മൺസൂൺ വൂസ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് നീഡ് എ ലോങ് ടൈം പ്ലാൻ ടു ഡീൽ വിത്ത് ഫ്ലഡ്സ്. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഫ്ലഡ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഒരു ലോങ് ടൈം അപ്രോച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ്, ഇന്ത്യ സ്ട്രാറ്റജിക് ആർക്ക് മസ്റ്റ് ലീവ് പാകിസ്ഥാൻ ബിഹൈൻഡ്. നമ്മുടെ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് റീഫ്രെയിം ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വൈ ഹാസ് നെറ്റ് FDI ഇൻഫ്ലോ പ്ലമേറ്റഡ്. അതായത് നമ്മുടെ നെറ്റ് FDI ഇൻഫ്ലോ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ മേളിൽ ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ റീസൺസും കോൺസിക്വൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഈസ് പ്രസിഡന്റ് റൂൾ ഇമ്പോസ്ഡ്. അതായത് മണിപ്പൂരിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രസിഡന്റ് റൂൾ ആയിരുന്നു. അതിൽ നിന്നൊരു പ്രോപ്പർ ഗവൺമെൻറ്റിലേക്ക് മാറണമെന്ന് അവിടുത്തെ MLA ഗവർണറെ കണ്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പ്രസിഡന്റ് റൂൾ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, കോൺസിക്വൻസ്, ടോട്ടൽ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് വുഡ് എ ഫ്രഞ്ച് ന്യൂക്ലിയർ അംബ്രല്ല മെൻ ഫോർ യൂറോപ്പ്. അതായത് ഫ്രാൻസ് ന്യൂക്ലിയർ ഷെയറിംഗ് എന്നൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം യൂറോപ്പിനെ മൊത്തത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. നെക്സ്റ്റ്, ടീം ഫ്രം CCMB ഫൈൻഡ് ക്ലൂസ് ടു ഡാർവിൻസ് അബോമിനൽ മിസ്റ്ററി. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഷുഗർ ജീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പുതിയ ജീൻ്റെ കണ്ടുപിടുത്തം എത്രത്തോളം ഡാർവിൻ മിസ്റ്ററിനെ സോൾവ് ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. നെക്സ്റ്റ്, ഫൈറ്റോപ്ലാങ്ക്ടൺ ഓവർഫെഡ് ഓൺ അയൺ ഡിപ്ലീറ്റിംഗ് ഓഷൻ ന്യൂട്രിയൻസ് ഫാസ്റ്റർ. അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻസ് ടോട്ടലി തന്നെ ഓഷൻ്റെ ന്യൂട്രിയൻ സൈക്കിളിനെ തന്നെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺസിക്വൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. മിസ്ഇൻഫർമേഷൻ എ ബിഗർ ത്രെഡ് ദാൻ COVID-19 അപ്ടേക്ക്. സോ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സർജിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സീസണൽ പാറ്റേണും അതിനൊക്കെ തന്നെ സബ്ലീനേജിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ്. അതായത് സീസണാലിറ്റി റെസ്പിറേറ്ററി വൈറസിന് ഇത് വളരെയധികം ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു മേജർ ക്ലിനിക്കൽ കൺസേണോ അതിനൊക്കെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ്റെ ഒരു ആവശ്യം ഈ ഒരു ഇത്തവണത്തെ ഒരു COVID-19 സർജറി ഇല്ല. ബിക്കോസ് ഈ ഇൻഫെക്ഷൻസ് ആർ മോസ്റ്റ്ലി മൈൽഡ് ആണ്. അതിനൊക്കെ തന്നെ ഹോസ്പിറ്റലൈസേഷനോ ഡെത്തിൻ്റെയൊക്കെ ഒരു കൺസേൺ ഉണ്ടാക്കുന്നുമില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നവരാണ്. ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി മീൻസ് നാച്ചുറൽ ഇൻഫെക്ഷൻ പ്ലസ് വാക്സിൻ, ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് അൺനെസസറി ആയിട്ടുള്ള പാനിക് അറ്റാക്കിൻ്റെ ആവശ്യമൊന്നും തന്നെ ഈ പറയുന്ന COVID-19 കേസിൽ നിലവിലില്ല. സോ നീഡ് ഫോർ റാഷണൽ പബ്ലിക് ഹെൽത്ത് റെസ്പോൺസ്. കാരണം നമ്മൾ കുറെ കൂടി എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് COVID-19 കാര്യത്തിൽ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ആൻഡ് പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, JN1. അതായത് JN1 എന്ന് പറഞ്ഞ സബ്ലീനേജ് ഓഫ് ഒമിക്രോൺ ആണ്. അതിനൊക്കെ തന്നെ ഇതൊരു ന്യൂ വേരിയൻ്റ് ഒന്നും തന്നെയല്ല. WHO കോൾ ഇറ്റ് ആസ് എ വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഹൈബ്രിഡ് കമ്മ്യൂണിറ്റി. ഹൈബ്രിഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻഫെക്ഷനും അതിനൊക്കെ തന്നെ വാക്സിനേഷനും രണ്ടിൽ നിന്നും കൂടെ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. സോ ഇത് കുറെ കൂടി സ്ട്രോങ്ങർ പ്രൊട്ടക്ഷനാണ് കൊടുക്കുക. അതേപോലെ തന്നെ സിവിയർ ഡിസീസിനൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ COVID-19 സീസണാലിറ്റി. COVID-19 എപ്പോഴും സീസണൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതേണക്ക് തന്നെ വിൻ്ററിലും റെയിനി സീസണിലും ഒക്കെ ഫ്ലൂവിനെ പോലെ തന്നെ ആ ഒരു സീസണാലിറ്റി ഇപ്പോൾ COVID-19 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ പബ്ലിക് ഹെൽത്ത് റെസ്പോൺസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 അതേണക്ക് തന്നെ GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. സ്ട്രെങ്തനിങ് ദ US-India സബ്സീ കേബിൾ അജണ്ട. അതായത് US-India ബൈലാറ്ററൽ എൻഗേജ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ ഇതൊരു കോപ്പറേഷൻ വർദ്ധിപ്പിക്കാനും അതിനൊക്കെ തന്നെ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ഒരു US-India സബ്സീ കേബിൾ എഗ്രിമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഡിജിറ്റൽ ആൻഡ് സ്ട്രാറ്റജിക് സെക്യൂരിറ്റി, ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഡിജിറ്റൽ ആൻഡ് സ്ട്രാറ്റജിക് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനും ഇത് സാധിക്കുന്നുണ്ട്. സോ സബ്സീ കേബിൾസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് നോക്കാം. 95% ഓഫ് ഗ്ലോബൽ ഡേറ്റ ക്യാരി ചെയ്യുന്നുണ്ട്. ബിക്കോസ് ലോങ് കോസ്റ്റ് ലൈൻ ആണ്. അതിനൊക്കെ തന്നെ സെൻട്രൽ ലൊക്കേഷനൊക്കെ ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഇതൊരു കണക്ടിവിറ്റി ഹബ്ബായിട്ട് തന്നെ മാറുന്നുകൊണ്ട് അതേപോലെ തന്നെ ചൈനയുടെ ഡിജിറ്റൽ സിൽക്ക് റോഡിൻ്റെ ഇൻഫ്ലുവൻസ് കൗണ്ടർ ചെയ്യാനും ഈ പറയുന്ന US ഇന്ത്യ സബ്സീ കേബിളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഇന്ത്യനെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റീഫോം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വളരെയധികം വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഡൊമസ്റ്റിക് കപ്പാസിറ്റി ബിൽഡിങ്, അതേപോലെ തന്നെ ഫോറിൻ കേബിൾ റിപ്പയർ സിസ്റ്റം, അതിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ ടോട്ടലി മാറ്റുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും ഈ പറഞ്ഞ US ഇന്ത്യ സബ്സീ കേബിൾ എന്നുള്ളത്. പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. സബ്സീ കേബിൾസ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇൻ്റർനെറ്റ് ഡേറ്റയെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. എക്കോണമിക്കും അതിനൊക്കെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ സബ്സീ കേബിൾസ്. അതേപോലെ ഡാമേജ്ഡ് ആവാനുള്ള പോസിബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. ദെൻ ട്രസ്റ്റ് ഫ്രെയിംവർക്ക് ആൻഡ് ICET. ട്രസ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ യൂസേജ് സേഫായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ട്രസ്റ്റിനുള്ളത്. ICET എന്ന് പറയുന്നത് ഇന്ത്യ US ടെക്നോളജിക്കൽ പാർട്ണർഷിപ്പാണ്. കൂടുതലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിഫൻസ്, ചിപ്സ് തുടങ്ങിയ കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് കീ മാരിടൈം ചോക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്, അതായത് മേജർ ആയിട്ടുള്ള ഓയിൽ ഷിപ്പിംഗ് റൂട്ടാണ് ഈ പറയുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. ദെൻ മലാക്ക സ്ട്രെയ്റ്റ്, ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ലൈനാണ് ഈ പറയുന്ന മലാക്ക സ്ട്രെയ്റ്റ്. ദെൻ ബാബ് എൽ മൻഡേബ്, അതായത് യൂറോപ്പ് ഏഷ്യ ട്രേഡ് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ബാബ് എൽ മൻഡേബ് എന്ന് പറയുന്ന സ്ട്രെയ്റ്റ്. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മൺസൂൺ വോസ്, അതായത് മൺസൂൺ ഹിറ്റ് ചെയ്തതിനെ തുടർന്ന് നോർത്ത് ഈസ്റ്റിൽ ഒബ്വിയസ്ലി ഫ്ലഡ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സിവിയർ മൺസൂൺ ഇമ്പാക്റ്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, കാരണം പലപ്പോഴും ഫ്ലഡ്സും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ ആസാം, ത്രിപുര, നോർത്ത് സിക്കിം റീജിയൻസിലേക്ക് അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ മൺസൂൺ വൾണറബിലിറ്റി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഭയാനകമാണ്. കാരണം അവർക്ക് ബിലോ റെയിൻഫോൾ ആണെങ്കിൽ പോലും പലപ്പോഴും ഹൈ ബേസ് ലൈൻ ഓഫ് റെയിൻ ആണ് കിട്ടാറുള്ളത്. അത് പലപ്പോഴും ഡിസാസ്റ്റേഴ്സിനെയൊക്കെ വളരെയധികം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമുക്കൊരു ലോങ് ടൈം പ്ലാനിങ് എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. കാരണം പുവർ ഇൻഫ്രാസ്ട്രക്ചറും അതിനൊക്കെ നോർത്ത് ഈസ്റ്റിൻ്റെ ജോഗ്രഫിക്കൽ ചലഞ്ചസും ഒക്കെ ആ ഒരു ലോങ് ടൈം പ്ലാനിങ്ങിന് ഹിൻഡ്രൻസ് കൊണ്ടുവരുന്നുണ്ട്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ബേ ഓഫ് ബംഗാൾ വേഴ്സസ് അറേബ്യൻ സീ മൺസൂൺ ബ്രാഞ്ചസ്. അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയുന്നത് കൂടുതലും ഹെവി റെയിൻ കൊടുക്കുന്നത് വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ് ഭാഗങ്ങളിലാണ്. ബേ ഓഫ് ബംഗാൾ ആകുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഗംഗാ പ്ലെയിൻസിലായിരിക്കും അവർ കൂടുതലും മഴ കൊടുക്കാറുള്ളത്. അത് കണക്ക് തന്നെ വെസ്റ്റിലേക്ക് ഹിമാലയത്തിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് അവിടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. ഈ രണ്ട് ബ്രാഞ്ചിൻ്റെയും മെർജിങ് പോയിന്റ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയാണ്, അതായത് പഞ്ചാബ്, ഹരിയാന, ഡൽഹി റീജിയൻസ് ആണ്. സോ ഫ്ലഡ് പ്രോൺ റീജിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ് ഒക്കെ വളരെയധികം ഹെവി റെയിന് മോസ്റ്റ് പ്രോൺ ആയിട്ടുള്ള റീജിയൻസ് ആണ്. അതുകണക്ക് തന്നെ ബീഹാർ, ഈസ്റ്റേൺ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാളും ഈ പറഞ്ഞ ഫ്ലഡ് പ്രോൺ ഏരിയാസ് ആണ്. ഇതിൻ്റെ മേജർ കോസ് എന്ന് പറയുന്നത് ഹെവി റെയിൻഫോളും റിവർ ഓവർഫ്ലോയും ഹില്ലി ടെറൈനും ഒക്കെയാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS1ലും GS2ലും GS3ലും ഒക്കെ ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യ സ്ട്രാറ്റജിക് ആർക്ക് മസ്റ്റ് ലീവ് ബിഹൈൻഡ്, അതായത് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഫ്രെയിംവർക്ക് റിഫോം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. നമ്മൾ കൂടുതലും പാകിസ്ഥാൻ സെൻട്രിക് ആയിട്ട് ഉള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് പാകിസ്ഥാൻ വളരെയധികം ടാക്റ്റിക്കൽ ഇറിറ്റൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇതിൽ പറയുന്നത്. അതിനൊക്കെ തന്നെ ചൈനയെ സിസ്റ്റമിക് റൈവലായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാലവും അതിക്രമിച്ചിട്ടുണ്ട്. സോ ഈ ചൈന പാകിസ്ഥാൻ ആക്സിസിനെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? ഇവരുടെ ഒരു ചൈന പാകിസ്ഥാൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസാക്ഷണൽ ഇംബാലൻസ്ഡ്. സോ അത് ഗ്ലോബലി എക്സ്പോസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കണം. അതേണക്ക് തന്നെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ത്രെട്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഗ്ലോബലി എക്സ്പോസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചേ മതിയാകുള്ളൂ. അതേപോലെ സ്ട്രാറ്റജിക് ഓട്ടോണോമി ആൻഡ് പാർട്ണർഷിപ്പ്, ഇന്ത്യ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജിക് ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ സിംഗിൾ പവർ ഡോമിനൻസിലേക്ക് ഒരിക്കലും പോകില്ല. അതേണക്ക് തന്നെ ഈ ഇൻഡോ പസഫിക് റീജിയൻസിൻ്റെ ഒരു ആർക്കിടെക്റ്റായിട്ട് ഇന്ത്യ മാറുക. അതേണക്ക് ഡിറ്ററൻസ്, മൾട്ടിലാറ്ററലിസം, മൾട്ടി ഡൊമൈൻ പ്രിപ്പയർനെസ്സിലൊക്കെ കൂടുതലും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഈ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം.
ഫസ്റ്റ്, ഇന്ത്യ ചൈന പാകിസ്ഥാൻ എക്കോണമിക് കൊറിഡോർ ആസ് എ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ. അതായത് ഇന്ത്യ ഈ പറഞ്ഞ ചൈന പാകിസ്ഥാൻ എക്കോണമിക് കൊറിഡോറിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് POKയിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് ഒരുപാട് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ CPEC പ്രോജക്റ്റ് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇന്ത്യയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ചൈന പാകിസ്ഥാൻ എക്കോണമിക് കൊറിഡോറിന് സാധിക്കും. സോ ഇന്ത്യ പസഫിക് സ്ട്രാറ്റജി ആൻഡ് റീജിയണൽ ചോക്ക് പോയിന്റ്സ്, നമ്മുടെ മേജർ റീജിയണൽ ചോക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് മലാക്ക, ഹോർമസ്, ബാബേൽ മൻഡേബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്ത്യ കൂടുതലും മാരിടൈം സെക്യൂരിറ്റിയിലും പാർട്ണർഷിപ്പിലൊക്കെ ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ചോക്ക് പോയിന്റ്സ് ആണ് കൂടുതലും ഗ്ലോബൽ ഓയിൽ ട്രേഡിനെ ആയാലും ഒക്കെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സെക്യൂരിറ്റി തലത്തിലേക്കൊക്കെ ഇന്ത്യയുടെ പ്ലാനിങ് മാറേണ്ടിയിരിക്കുന്നു. ദെൻ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ട്രയാങ്കിൾസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രാറ്റജിക് ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ പവർ ഡോമിനൻസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. ഇന്ത്യ ഫ്രാൻസ് UAE പാർട്ണർഷിപ്പ് ഈ പറഞ്ഞ ഡിഫൻസ് ടെക്നോളജി ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. അതേണക്ക് തന്നെ സച്ച് ഗ്രൂപ്പിംഗ്സ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമിയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വൈ ഹാസ് നെറ്റ് FDI ഇൻഫ്ലോ പ്ലമ്മേറ്റഡ്. നമ്മുടെ നെറ്റ് FDI ഇൻഫ്ലോ വളരെയധികം ഡിക്ലൈൻ ആയ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് $353 മില്യൺ എന്ന രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഹൈ ലെവൽസ് ഓഫ് റിപ്പാട്രിയേഷൻ ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ ഷോ ചെയ്യുന്നത്. അതേണക്ക് തന്നെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻസിൻ്റെ കാര്യത്തിലും കൺസേൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ FDI ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ FDI കിട്ടുന്നത് ഈ പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി ഓർ വെഞ്ചർ ക്യാപിറ്റൽ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. സോ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ബ്രൗൺ ഫീൽഡ് സർവീസ് സെക്ടേഴ്സ് ആണ്, അല്ലാതെ ഗ്രീൻ ഫീൽഡ് മാനുഫാക്ചറിങ് അല്ല. സോ ആ ഒരു FDI ഡിക്ലൈൻ എന്ന് പറയുന്നത് വളരെയധികം പ്രോബ്ലംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് റൈസിങ് ഔട്ട്വേർഡ് FDI ടു ടാക്സ് ഹെവൻസ് മിറേഴ്സ് ഇൻവേർഡ് ഫ്ലോസ് ഹിൻറ്റിംഗ് അറ്റ് ട്രീറ്റി ഷോപ്പിംഗ് ആൻഡ് FDI ബീങ് യൂസ്ഡ് ആസ് എ കണ്ടക്ട് for global capital to exploit tax differentials rather than aiding India's growth. ഓക്കെ, ഇനി പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. ഗ്രോസ് FDIയും നെറ്റ് FDIയും തമ്മിലുള്ള ഡിഫറൻസ്. ഗ്രോസ് FDI എന്ന് പറയുന്നത് ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോയിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയം നെറ്റ് FDI എന്ന് പറയുന്നത് ഗ്രോസ് FDIയിൽ നിന്ന് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന നെറ്റ് FDI കിട്ടുന്നത്. നെറ്റ് FDI എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആക്ച്വൽ ഫോറിൻ മണി എത്രത്തോളം ഉണ്ട് എന്ന്, ആക്ച്വൽ ഫോറിൻ മണി സ്റ്റേയിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന നെറ്റ് FDI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്രൗൺ ഫീൽഡ് വേഴ്സസ് ഗ്രീൻ ഫീൽഡ് FDI. ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ അസറ്റ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ്സ് ബൈ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന ബ്രൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത് പുതുതായിട്ട് ബിസിനസ്സോ പ്ലാന്റുകളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഈ പറയുന്ന ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്. ബ്രൗൺ ഫീൽഡ് വളരെയധികം ക്വിക്കർ സ്റ്റേറ്റിലുള്ള ഒന്നാണ്. ഗ്രീൻ ഫീൽഡ് വളരെ ന്യൂ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ട്രീറ്റി ഷോപ്പിംഗ്. ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയുന്നത് ടാക്സ് ട്രീറ്റീസ് യൂസ് ചെയ്ത് ടാക്സ് കുറച്ചടക്കുക, അതാണ് ഈ പറയുന്ന ട്രീറ്റി ഷോപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടാക്സ് ആർബിട്രേജ്, അതായത് ടാക്സ് ഡിഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ടാക്സ് ആർബിട്രേജ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും ലീഗലാണ്, പക്ഷേ പലപ്പോഴും ഇത് കോൺട്രവേഴ്ഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കാറുണ്ട്. മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ഈസ് പ്രസിഡന്റ് റൂൾ ഇമ്പോസ്ഡ്. മണിപ്പൂരിലെ പ്രസിഡന്റ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു ആർട്ടിക്കിളായിരുന്നു ഇത്. മണിപ്പൂർ നിലവിൽ പ്രസിഡന്റ് റൂളിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഗവൺമെൻറ് റീസ്റ്റോറേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അവിടുത്തെ MLA മാർ ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ആർട്ടിക്കിൾ 356ൻ്റെ യൂസേജ് പലപ്പോഴും ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ 356 വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൊളിറ്റിക്കൽ റീസൺസിൻ്റെ പേരിൽ പല സ്റ്റേറ്റിലും കണ്ടിന്യൂസ്ലി ആർട്ടിക്കിൾ 356 യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപ്രതി വന്ന് SR ബൊമ്മെ ജഡ്ജ്മെൻറ്റിൽ ക്ലിയർ ആയിട്ടും സുപ്രീം കോർട്ട് പറയുന്നുണ്ട് പ്രോപ്പർ ചെക്ക് ഇല്ലാതെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 356 യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം ആക്ച്വൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ കേസിൽ മാത്രമേ ഈ പറയുന്ന ആർട്ടിക്കിൾ 356 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതെനിക്ക് ഗവർണറുടെ ഡിസ്ക്രിപ്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 356ലെ ഇമ്പോസിഷൻ്റെ കാര്യത്തിൽ. പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെയിൽ ആവുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുക. അതിനൊക്കെ 6 months to 3 year ആയിരിക്കും ആ ഒരു കാലാവധി എന്ന് പറയുന്നത്. വിത്തിൻ 2 monthsനുള്ളിൽ പാർലമെൻറ്റ് ഈ പറഞ്ഞ പ്രസിഡന്റ് റൂള് സാങ്ഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അതായത് അപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ദെൻ SR ബൊമ്മൈ കേസ് അതിൻ്റെ കീ റൂളിങ്സ് നമുക്ക് നോക്കാം.
പ്രസിഡന്റ് റൂളിനെ റിവ്യൂ ചെയ്യാനാണ് ഈ പറഞ്ഞ SR ബൊമ്മെ കേസ് വരുന്നത്. ഫ്ലോർ ടെസ്റ്റ് വളരെയധികം മാൻഡറ്ററി ആണ് എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു അത്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് അതിന് പിന്നിൽ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു. ദെൻ കൺസെപ്റ്റ് ഓഫ് സസ്പെൻഡഡ് ആനിമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അസംബ്ലി ഈസ് നോട്ട് ഡിസോൾവ്, ഓൺലി സസ്പെൻഡഡ്, ക്യാൻ ബി റിവൈവ്ഡ് ഇഫ് നീഡഡ്, യൂസ്ഡ് ഡ്യൂറിങ് പ്രസിഡന്റ് റൂൾ. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS2 ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാട്ട് വുഡ് എ ഫ്രഞ്ച് ന്യൂക്ലിയർ അംബ്രല്ല മീൻ ഫോർ യൂറോപ്പ്. അതായത് ഫ്രാൻസ് ഇപ്പോൾ ന്യൂക്ലിയർ ഷെയറിംഗ് ഓഫറിംഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ യൂറോപ്യൻ സ്ട്രാറ്റജിക് ഓട്ടോണമി ഡോക്ട്രിനുമായിട്ട് അലൈൻ ചെയ്യുമെങ്കിൽ പോലും പലപ്പോഴും സ്ട്രാറ്റജിക് ടെൻഷൻസ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. കാരണം റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ US സെക്യൂരിറ്റി ഗ്യാരണ്ടീസുമായിട്ടുള്ള കൺസേൺസ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ഓഫറിങ്ങിന് ഒരുപാട് ടെൻഷൻസ് എസ്കലേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി NPT ട്രീറ്റി ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ട്രാൻസ്ഫറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുമുണ്ട്. സോ ആ ഒരു ട്രീറ്റിയിലും ഇത് ലോങ് ടൈം ഇംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിറ്ററൻസ് സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിൽ പോലും, റഷ്യക്കെതിരെയുള്ള ഡിറ്ററൻസ് സ്ട്രെങ്തൻ ചെയ്യാനാണെങ്കിൽ പോലും ഇത് പലപ്പോഴും റീജിയണൽ ടെൻഷൻസ് റേസ് ചെയ്യാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ NPT ട്രീറ്റി 1968 ഇത് വരുന്നത്. അതായത് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു NPTക്ക് ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്യുന്നത്, അതായത് മറ്റു രാജ്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ ന്യൂക്ലിയർ ഷെയറിംഗ് മോഡൽ, നാറ്റോയുടെ ന്യൂക്ലിയർ ഷെയറിംഗ് മോഡലിൽ ഈ പറയുന്ന നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റിനും ന്യൂക്ലിയർ വെപ്പൺസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്. US ആയിരിക്കും കൺട്രോൾ ചെയ്യുക, പക്ഷേ ഈ ഹോസ്റ്റ് കൺട്രീസ് ആവശ്യമായിട്ടുള്ള എയർക്രാഫ്റ്റും പൈലറ്റ്സിനെയും ഒക്കെ കൊടുക്കണമെന്നുള്ളതാണ് നാറ്റോയുടെ ന്യൂക്ലിയർ ഷെയറിംഗ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ബെൽജിയം, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്, ടർക്കിയൊക്കെ ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രാൻസിൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിന് 280 to 290 ന്യൂക്ലിയർ വാർഹെഡ് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് അവരുടെ മെയിൻ ഡെലിവറി എന്നുള്ളത്. അതേപോലെ US എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ് ഒക്കെ അവരുടെ വാർഹെഡിൽ ഉള്ളതാണ്. മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു തീം വളരെയധികം റെലവൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ടീം ഫ്രം CCMB ഫൈൻഡ് ക്ലൂസ് ടു ഡാർവിൻ അബോമിനബിൾ മിസ്റ്ററി. അതായത് ഷുഗർ ജീനിൻ്റെ ഡിസ്കവറി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വളരെയധികം ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് ഡാർവിൻ്റെ അബോമിനൽ മിസ്റ്ററിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഷുഗർ ജീനിൻ്റെയും അതിനൊക്കെ FBOX ജീൻസിൻ്റെയും ഒക്കെ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സഡൻ ഡൈവേഴ്സിഫിക്കേഷനാണ് അവിടെ ഷോ ചെയ്യുന്നത്. ഫുഡ് സെക്യൂരിറ്റിയിലും ഇത് ഇംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കീ ഫുഡ് സോഴ്സ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് ക്ലൈമറ്റ് റിസൈലൻറ്റ് ക്രോപ്സിൻ്റെ പ്രൊമോഷനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഷുഗർ ജീൻ, അത് പോളൻ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് ഇത് കാണപ്പെടുന്നത്. സോ പ്ലാന്റ് റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഷുഗർ ജീൻ. ദെൻ ഗാമറ്റോഫൈറ്റ് വേഴ്സസ് സ്പോറോഫൈറ്റ് ഡോമിനൻസ്, അതായത് മോസസ് വേഴ്സസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോസസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആയിരിക്കും മെയിൻ പ്ലാന്റ് ആയിട്ട് വരിക. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ സ്പോറോഫൈറ്റ് ആയിരിക്കും. ഗാമറ്റോഫൈറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വളരെയധികം സ്മോൾ ആയിരിക്കും. സോ മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഫൈറ്റോപ്ലാങ്ക്ടൺ ഓഫർഡ് ഓൺ അയൺ ഡിപ്ലീറ്റിംഗ് ഓഷൻ ന്യൂട്രിയൻസ് ഫാസ്റ്റർ. അതായത് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ടോട്ടലി തന്നെ ഓഷനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സോ ഈ അയൺ ഫ്രം ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അതായത് ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ ഗ്രോത്തിനെയും ന്യൂട്രിയൻ കൺസപ്ഷനൊക്കെ വളരെയധികം ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. സോ ഈ പറയുന്ന ആന്ത്രോപ്പജനിക് അയൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ ബ്ലൂംസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് റാപ്പിഡ് നൈട്രേറ്റ് കൺസപ്ഷൻ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് കാരണം ന്യൂട്രിയൻ പോർ സോൺസ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്നൊരു സ്റ്റേറ്റും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ കൺസേൺസ് എന്ന് പറഞ്ഞാൽ മറൈൻ ഫുഡ് ചെയിൻസിനെ ഇത് മൊത്തത്തിൽ തന്നെ ബാധിക്കും. അതേനൊക്കെ തന്നെ സ്പീഷീസ് ഡിക്ലൈൻ ചെയ്യാനും പലപ്പോഴും എക്സ്റ്റൻഷൻ സ്റ്റേറ്റിലേക്ക് പോകാനും ഇത് കാരണമാകാറുണ്ട്. പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ട്രാൻസിഷൻ സോൺ ക്ലോറോഫിൽ ഫ്രണ്ട്, അതായത് ന്യൂട്രിയൻ റിച്ചും അതിനൊക്കെ തന്നെ പൂർ ഓഷൻ ഏരിയസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ പറഞ്ഞ ട്രാൻസിഷൻ സോൺ ക്ലോറോഫിൽ സെക്കൻഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഹൈ ക്ലോറോഫിൽ കണ്ടന്റ് ആയിരിക്കും ആ ഒരു റീജിയൻസിൽ ഉണ്ടാവുക. റിച്ച് മറൈൻ ലൈഫിനെ അവിടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ആന്ത്രോപ്പജനിക് അയൺ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഏഷ്യ
ഭാഗങ്ങളിൽ നിന്നുള്ള പൊല്യൂട്ടഡ് ഓഷൻസിൽ നിന്നാണ് ഈ പറഞ്ഞ ഒരു അയൺ കൂടുതലായിട്ട് നമ്മൾ കാണുക. സ്പെഷ്യൽ ഐസോട്ടോപ്പ് മാർക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക. അത് കണക്ക് തന്നെ നോർത്ത് പസഫിക് അയൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ മെയ്ഡും ആയിരിക്കും. ആന്ത്രോപജനിക് അയൺ ഡെപ്പോസിഷൻ, അതായത് ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളിൽ നിന്നുള്ള അയൺ എന്ന് പറയുന്നത് ഓഷൻസിനെ പലപ്പോഴും പൊല്യൂട്ട് ചെയ്യാറുണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്പെഷ്യൽ ഐസോട്ടോപ്പ് മാർക്സ് യൂസ് ചെയ്തിട്ടാണ്. നോർത്ത് പസഫിക് അയൺ എന്ന് പറയുന്നത് മെജോറിറ്റിയും ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ ഫൈറ്റോ പ്ലാങ്ക്ടന്റെ റോൾ എന്താണ്? ഓഷൻ ഫുഡ് ചെയിൻ്റെ ബേസ് ആണ് ഈ പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺ. മറൈൻ ലൈഫിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ തന്നെ ഓഷൻ ഹെൽത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. GS1 GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. GS1, GS2, GS3 പേപ്പേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.